കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു രംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചമുളകിലും വഴുതനയിലും തക്കാളിയിലും പയറിലുമൊക്കെ കാണാറുള്ള വെള്ളീച്ച, മുഞ്ഞ, ഇലപ്പേൻ, അതുപോലെ മഴക്കാലത്ത് കാണാറുള്ള ചെറു കീടങ്ങളെയും ചെടിയിൽ നിന്നും അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു ജൈവ കീടനാശിനിയെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന്. ഇത് കീടനാശിനിയായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ചെടികൾക്ക് ആവശ്യമായ ഒരു വളർച്ചാ ഹോർമോണും കൂടിയാണിത്. ഇത് നമുക്ക് പൈസ ചെലവില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുള്ള മുരിങ്ങ ഇലയാണ്. മുരിങ്ങ ഇല കൊണ്ടുള്ള ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കി ചെടികൾക്ക് അടിച്ചു കൊടുത്താൽ പച്ചമുളകിലെയും വഴുതിനയിലും ഒക്കെ കാണാറുള്ള വെള്ളീച്ച, അതുപോലെ പയർച്ചെടിയിൽ കാണാറുള്ള കടുകുപണി പോലെ പറ്റിപ്പിടിച്ച് ചെടി നശിപ്പിക്കുന്ന മുഞ്ഞ, മഴക്കാലത്ത് വെള്ളരി വർഗ്ഗ ചെടികൾ കാണാറുള്ള ഇലമഞ്ഞളിപ്പ് രോഗം, അതുപോലെ മഴക്കാലത്ത് പ്രത്യക്ഷപ്പെടാറുള്ള ചെറിയ ചെറിയ കീടങ്ങളെയും ഒക്കെ നശിപ്പിക്കാൻ കഴിയുള്ള ഒരു അടിപൊളി ഫെർട്ടിലൈസറാണിത്. ഈ ഒരു ജൈവ കീടനാശിനി, അതായത് മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന സിയാറ്റിൻ എന്ന പ്രകൃതിദത്ത ഹോർമോൺ ചെടികളുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്കും കൂടുതൽ പൂക്കൾ വിരിഞ്ഞ് പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ നിറയെ കായ്ഫലം ലഭിക്കാനും സഹായകമാണ്. നമ്മുടെയൊക്കെ തോട്ടത്തിലെ പ്രധാന പ്രശ്നങ്ങൾ പൂവിടാത്തതും ഇനി പൂവിരിഞ്ഞാൽ തന്നെ അത് കൊഴിഞ്ഞു പോകുന്നതുമാണ്. ഇനി നമുക്ക് മുരിങ്ങയില കൊണ്ടുള്ള മാജിക്കൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ചെടികൾക്ക് പെട്ടെന്ന് വളരാനും വേരുകൾ ബലപ്പെടാനും കൂടുതൽ ശാഖകളും പൂക്കളും ഉണ്ടാവാനും സഹായിക്കുന്ന മികച്ചൊരു ടോണിക്കാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് നല്ല പച്ചപ്പുള്ള മൂത്ത മുരിങ്ങയുടെ ഇലയാണ്. 1 കപ്പ് മുരിങ്ങ ഇലയും 1 ലിറ്റർ വെള്ളവുമാണ് ഇതിന് വേണ്ടത്. ഫ്രഷായ മുരിങ്ങയില ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി തണ്ടിൽ നിന്നും മുരിങ്ങയില ഊരിയെടുക്കണം. ഇലയോട് ചേർന്ന ചെറിയ ചെറിയ തണ്ടുകളൊന്നും കളയേണ്ടതില്ല, അതൊക്കെ അലിഞ്ഞു ചേർന്നുകൊള്ളും. വലിയ തണ്ടുകൾ മാത്രം മാറ്റിയാൽ മതി. മുരിങ്ങയില കൊണ്ടുള്ള ഈ ഒരു കീടനാശിനി കൊണ്ട് കീടങ്ങളെ അകറ്റുന്നതോടൊപ്പം മറ്റു ചില ഗുണങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാമത്തേത് പ്രകൃതിദത്തവും സുരക്ഷിതവുമാണിത്. മാത്രമല്ല ചെടികൾക്കും മണ്ണിനും യാതൊരു ദോഷവും ചെയ്യില്ല. മുരിങ്ങയിലിൽ ധാരാളം വിറ്റാമിനുകളും അമിനോ ആസിഡുകളും മറ്റ് സസ്യ ഹോർമോണുകളും അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കീടങ്ങളെ അകറ്റുന്നതോടൊപ്പം ചെടികൾക്ക് മികച്ചൊരു ഗ്രോത്ത് പ്രൊമോട്ടറായി പ്രവർത്തിക്കുകയും മികച്ച വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 1 കപ്പ് മുരിങ്ങയില ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമ്മൾ എടുത്തു വെച്ച 1 ലിറ്റർ വെള്ളത്തിൽ നിന്നും സ്വല്പം വെള്ളം ഒഴിച്ച് നല്ല പോലെ അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം. അരിച്ചെടുക്കാനായിട്ട് കട്ടി കുറഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഇതേപോലെ പഴയ ചായരിപ്പോ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ചണ്ടി പൂർണ്ണമായും മാറ്റിക്കളയണം. ഇപ്പോൾ ഇതിന് ഒരു കത്തുന്ന സ്മെല്ലുണ്ട്. ആ ഒരു സ്മെല്ല് തന്നെയാണ് കീടങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നതും. ഇനി ഇത് ഉപയോഗിക്കുന്ന വിധം പറയാം. ഈ ലായനി 1:20 എന്ന അനുപാതത്തിൽ, അതായത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ലായനി എടുക്കുന്നത് അതേ പാത്രം കൊണ്ട് 20 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. 20 ലിറ്റർ കറക്റ്റായി തന്നെ ഒഴിക്കണം കേട്ടോ. ഞാനിവിടെ കാണിക്കാത്തത് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ്. അതിനുശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ സ്പ്രെയർ ബോട്ടിൽ ഒഴിച്ച് ചെടികളുടെ ഇലകളിൽ 2 സൈഡിലും ആവുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇത് 2 ആഴ്ചയിൽ 1 പ്രാവശ്യം വൈകുന്നേരങ്ങളിൽ ചെടികൾക്ക് നൽകുന്നത് നല്ലതാണ്. മുളക്, തക്കാളി, പയർ, വഴുതന തുടങ്ങിയ പച്ചക്കറി ചെടികൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. ഏത് ജൈവ കീടനാശിനിയും അതുപോലെ വളവും പ്രയോഗിക്കുമ്പോൾ ശക്തമായ വെയിലുള്ള സമയങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. 4 മണിക്ക് ശേഷം അടിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, മുരിങ്ങയില ലായനി തയ്യാറാക്കിയ ഉടനെ അല്ലെങ്കിൽ പരമാവധി 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കണം. കൂടുതൽ ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയും അതോടൊപ്പം ദുർഗന്ധം വരാൻ സാധ്യതയുമുണ്ട്. ഇതിൻ്റെ ഫലം കൂട്ടാനായിട്ട് ഇതിൽ അല്പം വേപ്പെണ്ണയോ കാന്താരിമുളകോ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികൾക്കും പൂന്തോട്ടത്തിലെ ചെടികൾക്കും തികച്ചും സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റിയ ചെലവൊന്നുമില്ലാത്ത ഒരു ജൈവ മാർഗമാണിത്. ഇത് പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല പൂന്തോട്ടത്തിലെ ചെടികൾക്കും വളരെ നല്ലതാണ്. നമ്മൾ ഇത് ഉപയോഗിക്കുന്ന അളവ് തെറ്റാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. നമ്മൾ മുരിങ്ങയുടെ സ്ലറി എത്ര
നമ്മൾ മുരിങ്ങയുടെ സ്ലറി എടുത്ത് അതേ പാത്രത്തിൽ 20 ഇരട്ടി വെള്ളം ചേർത്ത് വേണം ഇത് ചെടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. വെള്ളം കറക്റ്റായി ചേർക്കാതെ വന്നു കഴിഞ്ഞാൽ ചെടിയുടെ ഇലകളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയേറെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.